ഫൈനസ്റ്റ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി തൃക്കാക്കരയിൽ കണ്ടക്ട് ചെയ്ത ഹെലികോപ്റ്റർ റൈഡ് നടത്തിയ ദിവസം രാവിലെ തന്നെ തൃക്കാക്കരയുടെ ആകാശക്കാഴ്ച ആസ്വദിക്കാനും ഹെലികോപ്റ്ററിനെ കാണാനുമായി സെലിബ്രിറ്റികൾ ഉൾപ്പെടെ നിരവധി ജനങ്ങൾ പങ്കെടുത്തിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. തൃക്കാക്കര മുനിസിപ്പാലിറ്റി കൊണ്ട് തൃക്കാക്കര നഗരസഭയുടെ പൊതു സ്വത്താണ്. ഹെലികോപ്റ്റർ റൈഡിനെതിരെ തൃക്കാക്കരയിലെ വിവിധ ക്ലബ്ബുകളിലെ അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഗ്രൗണ്ട് സംരക്ഷിക്കണമെന്ന് അവർ പറയുകയും ചെയ്തു. ഈ പ്രതിഷേധത്തിനിടയിലും പോലീസ് സംരക്ഷണത്താൽ ഹെലികോപ്റ്റർ വരികയും സേഫായി ലാൻഡ് ചെയ്യുകയും ചെയ്തു. എയർബസ് H130 എന്ന മോഡലാണ് തൃക്കാക്കരയിൽ ലാൻഡ് ചെയ്ത ഹെലികോപ്റ്റർ. ഈ ഹെലികോപ്റ്ററിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 200 to 300 km/h ആണ്. 1 മണിക്കൂർ ഫ്ലൈ ചെയ്യാൻ ഏകദേശം 60 ലിറ്റർ ഫ്യൂവൽ വേണ്ടിവരും. ഫുൾ ടാങ്ക് ഫ്യൂവലിൽ, അതായത് ഒറ്റ പറക്കലിൽ ഏകദേശം 598 കിലോമീറ്റർ ദൂരം നമുക്ക് സഞ്ചരിക്കാൻ കഴിയും ഈ ഹെലികോപ്റ്ററിൽ. He called me. That's my birthday celebration. അതിലായിരുന്നു ഹെലികോപ്റ്ററിലായിരുന്നു. I was so happy. അപ്പം എന്താ പറയുക, എല്ലാവർക്കും നല്ലൊരു യാത്ര നേരുന്നു. അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല കൗതുകകരമായ കാര്യങ്ങൾ നടക്കട്ടെ. താങ്ക് യു സോ മച്ച് ടു ദ എൻ്റയർ പീപ്പിൾ ഫോർ കോളിംഗ് മീ ഹിയർ. താങ്ക് യു. നമസ്കാരം. ഞാനും ഈ പറഞ്ഞ പോലെ കലൂർ ഒന്നിലധികം പ്രാവശ്യം കയറിയതാണ്. അപ്പോൾ അടിസ്ഥാനരഹിതമായ ആശങ്കയാണ് ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നത്. ഇത് വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണക്കാർക്ക് കോമൺ മെന്നിന് ഈ പറഞ്ഞ മാതിരി നമ്മുടെ കൊച്ചി നഗരത്തിൻ്റെ ഒരു ഹെലികോപ്റ്ററിൽ കയറി കാണാൻ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു നല്ല അനുഭവമായിരിക്കും. കഴിഞ്ഞ് കഴിയുമ്പോഴത് അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും ആശംസകളും. നല്ല ഹാപ്പിനെസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ വരുമ്പോൾ നല്ലൊരു ഫീലാണ്.
ഹെലികോപ്റ്റർ സേഫായി ലാൻഡ് ചെയ്യുന്നതിനും ടേക്ക് ഓഫ് ചെയ്യുന്നതിനും പൈലറ്റിന് വേണ്ട നിർദ്ദേശങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് കൊടുക്കുന്നതിനാണ് മാർഷലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഹെലികോപ്റ്റർ റൈഡ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മുമ്പും റൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇതിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലാഗ് ഓഫ് പരിപാടിയായിട്ട് വന്നതാണ്. കൂട്ടത്തിൽ ജസ്റ്റ് വീണ്ടും വന്നോട്ടെ, എത്ര പ്രാവശ്യം റൈഡ് ചെയ്താലും ഒരു ആകാശ കാഴ്ചകളാണല്ലോ. അതെ അതെ, നമുക്കപ്പോൾ ഈ ഒരു കോമൺ മാനിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ സാധാരണക്കാർക്ക് പോലും പ്രയോജനപ്പെടുത്താവുന്ന ഒരു അവസരമാണ്. ഇപ്പോൾ നമ്മൾ കാക്കനാട് തന്നെ വന്നിരിക്കുകയാണ്. മുമ്പ് നടന്ന കലൂരും മറൈൻ ഡ്രൈവിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്ന ചിലപ്പോൾ അതെ അതെ, അതിനെ കുറിച്ചിട്ടൊരു അറിവില്ലായ്മയാണ്. ഹെലികോപ്റ്റർ വന്ന് എന്തോ സംഭവിക്കും എന്നുള്ള ഒരു പേടിയിൽ. ഇപ്പൊ നമുക്കിപ്പോ നാളെ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാലും റെസ്ക്യൂവിന് വരുന്നത് ഹെലികോപ്റ്ററാണ് വരുന്നത്. വീടിന്റെ മുകളിലും ഒക്കെ വന്നിട്ട് ആളുകൾ റെസ്ക്യൂ ചെയ്ത ഹെലികോപ്റ്ററാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പിന്നെ എന്തെങ്കിലും ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇൻ പൊളിറ്റിക്കൽ അതൊക്കെ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതാണ്. അല്ലാതെ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അത്ര വലിയ ഒന്നുമില്ല. ഓക്കെ, സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു ഇതിലെ റൈഡിംഗ് ഒക്കെ എക്സ്പീരിയൻസ്? റൈഡിംഗ് എക്സ്പീരിയൻസ് ഇസ് ബ്യൂട്ടിഫുൾ. ഞാൻ ഓൾറെഡി കലൂർ കയറിയിട്ടുള്ളതാണ്. എനിക്ക് ഓൾറെഡി ഞാൻ കുറച്ച് ആ ഭാഗം കണ്ടു. ഈ ഭാഗം വീഗാലാൻഡും ഒക്കെ ഒന്ന് കാണാൻ പറ്റി. ഇത് ഭയങ്കര രസമുള്ള ഒരു കാര്യമല്ലേ? നമുക്ക് സാറ്റർഡേ സൺഡേ ഇറ്റ്സ് ലൈക്ക് യുനോ നമ്മളെ കൊച്ചി ഒന്ന് മുകളിൽ നിന്ന് കാണാമെന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും ഹെലി റൈഡ് കൊച്ചിനെ കോൺടാക്ട് ചെയ്തിട്ട് വരാം. നല്ലൊരു ദൃശ്യാനുഭവമാണ്. അപ്പം ഓൾ ദി ബെസ്റ്റ് ടു ദ എൻ്റയർ ടീം. താങ്ക് യു. താങ്ക് യു.
ഈ ഹെലികോപ്റ്റർ സിനിമ ഷൂട്ടിങ്ങിനും ഇവൻസിനും അവൈലബിൾ ആണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും.